അപ്പൊ ഞാൻ പറഞ്ഞു കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ ഞാൻ ഉടുപ്പും തയ്ച്ചിരിക്കുകയാണ് എന്ന് പറയുന്ന വാദം അത് സ്ഥാനാർത്ഥിയാകാനുള്ള ഒരു കാര്യമാണ് നടക്കുന്നത്. അത് രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ വളരെ ബാക്ക് ഫുട്ടിലാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തോറ്റ ശേഷം അദ്ദേഹത്തിന് ഒരു സ്ഥാനവുമില്ല കേരളത്തിലെ. നോക്കൂ, കേരളത്തിൽ ഇപ്പം ഒരു ഉദാഹരണം ഞാൻ പറയാം. അജിംസ് ഇഷ്ടപ്പെടുകയില്ലോ എന്ന് എനിക്കറിയില്ല. പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥിയെ നിർണയിച്ചത് KPCC പ്രസിഡന്റ് അറിയാതെയാണ് എന്ന് കോൺഗ്രസിൽ നിങ്ങൾ ആൾക്കാരോട് സംസാരിച്ചാൽ മനസ്സിലാവും. അതൊരു വലിയ വിവാദമായതാണ്. കാര്യങ്ങൾ തീരുമാനിക്കുന്ന VD സതീശനും KC വേണുഗോപാലും കൂടെയാണ്. അവിടെ പാലക്കാടുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പലിനോടുകൂടെ അഭിപ്രായം ചോദിച്ചു. അതല്ലാതെ ഇപ്പം സുധാകരനോട് ചോദിച്ചാൽ ഞാനോട് അറിഞ്ഞിട്ടാണെന്നേ പറയത്തുള്ളൂ. കാര്യം എന്താ? അദ്ദേഹത്തിന് പറയാൻ പറ്റുമോ KPCC പ്രസിഡന്റായ അദ്ദേഹം അറിയാതാണ് സ്ഥാനാർത്ഥിയെ നിർണയിച്ചതെന്ന്? ആർക്കെങ്കിലും ഒരാൾക്ക് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും ഒരാൾ പറയുമോ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചാൽ ഞങ്ങൾ അറിയാതാന്ന്? പക്ഷെ സംഭവിച്ചത് അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ഒരു ഏകാധിപത്യം കോൺഗ്രസിന് സാധാരണ ഉള്ള ഗ്രൂപ്പുകളുണ്ടല്ലോ, ഗ്രൂപ്പുകൾ കൂടിയിരുന്ന് തീരുമാനം എടുക്കുന്നു. അതൊക്കെ ഉമ്മൻചാണ്ടി സാറിന്റെ നിര്യാണത്തെ തുടർന്ന് കോൺഗ്രസിൽ ഒരു സൈഡിൽ ഉണ്ടായിരിക്കുന്ന ഒരു വാക്കം ഉണ്ട്. അത് ആന്റണി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട വാക്കം. ആ ആന്റണി ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന പല ആൾക്കാരും ഇപ്പം KC വേണുഗോപാലിന്റെ കൂട്ടത്തിലും ഈ പറയുന്ന സതീഷിന്റെ കൂട്ടത്തിലും ചേർന്നു. നിങ്ങൾ നോക്കൂ, തിരുവഞ്ചൂരിന്റെ എടുത്തു നോക്കൂ. തിരുവഞ്ചൂർ ആരുടെ കൂട്ടത്തിലാണ് നിന്നത്? തിരുവഞ്ചൂർ ഇപ്പൊ എവിടാ നിൽക്കുന്നത്? സിദ്ദിഖ് എവിടാ നിൽക്കുന്നത്? അങ്ങനെ എല്ലാവരും മാറി ഒരു പാളയമായി മാറുമ്പം അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർ എന്നുവെച്ചാൽ രമേശ് ചെന്നിത്തലയെ പോലെ സുധാകരനെ പോലെ ഉള്ളവരൊക്കെ അപ്രസക്തമാവുകയും അപ്രധാനമായി പോവുകയും ചെയ്യുന്നു എന്നുള്ള അവരുടെ തോന്നലിൽ നിന്ന് ഉയർന്നു വന്നിരിക്കുന്ന ഒരു കാര്യമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ലാസ്റ്റ് ഫൈറ്റ് ആണ്. ഈ പ്രാവശ്യം രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം 100%. രമേശ് ചെന്നിത്തല ഇത് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. രമേശ് ചെന്നിത്തല കേൾക്കുകയാണെങ്കിൽ ഓർത്തോളൂ, താങ്കൾക്കുള്ള അവസാന അവസരമാണ്. അതിന് താങ്കൾ ഫൈറ്റ് ചെയ്യുമായിരിക്കാം, എന്ത് വേണേ ചെയ്യുമായിരിക്കാം, അതൊക്കെ വേറെ വിഷയം. പക്ഷെ കേരള സമൂഹം പൊതുവെ കാണുന്നത് താങ്കളെ സംബന്ധിച്ചിടത്തോളം താങ്കൾക്കുള്ള ലാസ്റ്റ് ചാൻസ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം കിട്ടി, ആ സ്ഥാനാർത്ഥം കിട്ടി, തോറ്റുപോയി. അപ്പൊ ഫൈറ്റ് ചെയ്യുക എന്നുള്ളത് അത് എനിക്കറിയാമെങ്കിൽ അദ്ദേഹത്തിന് അറിയത്തില്ലേ? അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം ഫൈറ്റ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നു. അത് കോൺഗ്രസിനകത്ത് VD സതീശനെ പോലുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുമുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്. അതിന് CPM തീരുമാനിച്ചില്ല എന്നൊക്കെ, അല്ലെങ്കിൽ കേരളത്തിലെ അന്തരീക്ഷം എല്ലാം ഇവർക്ക് അനുകൂലമാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിനനുസരിച്ച് നിങ്ങൾ പറഞ്ഞോളൂ. ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞല്ലേ സത്യപ്രതിജ്ഞ ചെയ്യാൻ ഗവർണർ വിളിക്കത്തുള്ളൂ. അവിടെ വരെ നമുക്ക് ആലോചിക്കാമല്ലോ. അപ്പൊ ഇപ്പോഴേ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമുണ്ട്. ഈ പറയുന്ന അന്തരീക്ഷം കേരളത്തിൽ പൂർണ്ണമായും CPM തോക്കാനുള്ള അന്തരീക്ഷമാണെന്ന് ആര് പറഞ്ഞാലും ഞാൻ അതങ്ങ് കേൾക്കത്തേ ഉള്ളൂ. അതിനൊക്കെ ഇപ്പോഴേ കിടന്ന് തർക്കിക്കേണ്ട കാര്യമൊന്നുമില്ല. കാര്യം എങ്ങാണ്ടൊക്കെയോ കിടക്കുന്ന ഹസ്തിനവരി പോയ ദുര്യോധനന്റെ കാര്യം പറയുന്ന പോലെ, ഇന്ദ്രപ്രസ്ഥത്തിൽ പോയ ദുര്യോധനെ പോലെ ഇപ്പോഴേ അതിന് മുണ്ടുപൊക്കി നിൽക്കാൻ ഞാൻ തയ്യാറല്ല. ശരി, ശ്രീ മുഹമ്മദ് ഹനീഫ, ഇത്തരം ചർച്ചകളിൽ പ്രധാനപ്പെട്ട ഒരു സ്റ്റേക്ക് ഹോൾഡറാണ് മുസ്ലിം ലീഗ്. ഇന്ന് മുസ്ലിം ലീഗ് നേതാവ് MK മുനീർ പ്രധാനം പറയുന്നത് വളരെ ഇമ്മച്ചുവർ ആയിട്ടുള്ള ചർച്ചയാണ്, ഞങ്ങൾ അങ്ങനെ ആരെയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നിശ്ചയിച്ചു കൊടുക്കുന്നില്ല എന്നാണ്. പക്ഷേ ലീഗിൽ തന്നെ ഈ കാര്യത്തിൽ രണ്ടഭിപ്രായമുണ്ടോ? ആരെങ്കിലും പിന്തുണച്ച് രംഗത്ത് വരുന്നതിന് പിന്നിൽ മറ്റു രാഷ്ട്രീയങ്ങളുണ്ടോ? തീർച്ചയായും ലീഗിൽ അങ്ങനെ രണ്ടഭിപ്രായം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കില്ല. ലീഗിൻ്റെ സ്വാഭാവികമായ ചോയ്സ് എൻ്റെ അഭിപ്രായത്തിൽ അത് രമേശ് ചെന്നിത്തല തന്നെയായിരിക്കും. മാത്രമല്ല കോൺഗ്രസിൻ്റെയും സ്വാഭാവികമായ ചോയ്സ് രമേശ് ചെന്നിത്തല ആയിരിക്കും. കോൺഗ്രസിന് അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്. കോൺഗ്രസ് എല്ലാ കാലത്തും അതാത് സ്റ്റേറ്റിൽ, നമ്മളിപ്പോൾ ഇവിടെ നിസാം സൂചിപ്പിച്ചു, അത് കർണാടകയിൽ മാത്രമല്ല മധ്യപ്രദേശിൽ നമ്മൾ കണ്ടതാണ്. മധ്യപ്രദേശിൽ തെരഞ്ഞെടുപ്പിനെ നയിച്ചത് ജ്യോതിരാദിത്യ സിന്ധ്യയാണ്. പക്ഷേ അവിടെ മുഖ്യമന്ത്രിയായത് കമൽനാഥാണ്.